I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ 1/2 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അതായത് ഈ മാംസം മാത്രമാണ് 1/2 കിലോ. നിങ്ങളൊരു 1 കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ട് അത് പൊളിച്ച് കഴിയുമ്പോൾ നമുക്ക് മിക്കപ്പോഴും 1/2 കിലോയെ കിട്ടാറുള്ളൂ. അപ്പം 1/2 കിലോ മീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമേ നമ്മുടെ സവാള ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ എടുക്കുകയാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 സവാള അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് വറുത്ത് കോരി എടുത്താൽ മതി. ഇത്തിരി തീ കൂട്ടി വെച്ച് എടുക്കണം. നമുക്കിത് നല്ല മുരുമുരാന്നാക്കി എടുക്കാനാണ്. അപ്പോൾ നമ്മുടെ സവാള ദേ നല്ലോണം മുരമുരാന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം, കരിച്ച് കളയണ്ട. ഈ എണ്ണയിൽ തന്നെ നമുക്ക് മുന്തിരിങ്ങയും കശുവണ്ടിയും നമുക്ക് വറുത്ത് കോരി എടുക്കണം. അപ്പോൾ നമ്മൾ അതേ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മുടെ കശുവണ്ടിയും മുന്തിരിങ്ങയും കൂടി ഇടണം. ജസ്റ്റ് ഒന്ന് നമ്മുടെ മുന്തിരിങ്ങയും ബൗളാവുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കശുവണ്ടി മുന്തിരിങ്ങയും തേണ്ടോ ബോൾ ഓണക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് കോരിയെടുക്കാം. ഇതിനകത്ത് കുറച്ച് എണ്ണയുണ്ട്, അണ്ടിപ്പരിപ്പ് വറുത്ത എണ്ണയാണ്. അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇപ്പം 2 കൂടി കൂട്ടിയാൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണത്. ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് നമ്മുടെ നെയ്യാണ്, അത് 1 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതിയേ. അപ്പോൾ നമ്മുടെ നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുമ്പം നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പട്ട ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് ജാതിപത്രിയാണ്. 2 സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്, ഒരു ഏലക്ക എടുത്തിട്ടുണ്ട്, 5 പീസ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 പട്ട എടുത്തിട്ടുണ്ട്, ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചോണം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോകും. ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് ആദ്യമേ ഒരുപാട് മൂപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതിനകത്തോട്ട് നമുക്കിനി നമ്മുടെ സവാളയാണിത്, 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഇത് നല്ലോണമൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി പൂണ്ട് പേസ്റ്റാണ്, ഇതൊരു 25 ഗ്രാമോളം ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ചതച്ച പച്ചമുളകാണ്, ഇതൊരു 2 പച്ചമുളക് എടുത്ത് ചതച്ചതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. പച്ചമുളക് ചതച്ചാണ് നമ്മൾ ചേർത്തത്, എന്നാലേ ആ സ്പൈസി ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളിയാണ്, തക്കാളി ഒരു 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്, അതാണ് 2 തക്കാളി എടുത്തത്. പുളി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈര് ചേർക്കുന്നുണ്ട്. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സവാളയ്ക്ക് ഇത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് ആ വെള്ളമൊക്കെ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് ആദ്യമേ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് അല്പം ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഓപ്ഷണലായിട്ട് നമുക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിയും, അതിനൊരു ചാൻസ് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം നമ്മുടെ അരപ്പ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള നമ്മുടെ പ്രോൺസാണ്. പ്രോൺസ് ചേർത്ത് ഇളക്കാം. ഇപ്പോൾ പ്രോൺസ് ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലോണം പറ്റണം. കൊഞ്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു ബൗള് തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ തൈര് ഒഴിച്ച് നല്ലോണം നമ്മളിത് മിക്സ് ചെയ്തു. കുത്തി ഉടയ്ക്കരുത് നമ്മുടെ പ്രോൺസ്. ഇതിനകത്തോട്ട് നമുക്കൊരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അര ബൗള് വെള്ളം മതി. അപ്പോൾ നല്ലോണം ഇളക്കിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മാറ്റി നോക്കാം. നമ്മുടെ കൊഞ്ച് മസാല എന്തായെന്ന്. ഇപ്പോൾ നല്ലോണം വെന്ത് ആ കൊഞ്ചിനകത്തു നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയേക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ശേഷം ഇതിനകത്തോട്ട് നമുക്ക് പുതിനയിലയാണ്. പുതിനയില കുറച്ച് വിതറിയിട്ട് കൊടുക്കുക. കൂടെ തന്നെ അല്പം മല്ലിയിലയും കൂടി വിതറിയിട്ട് കൊടുക്കുക. ശേഷം ഇതേപടി തന്നെ അടച്ചു വെക്കാം. നമുക്ക് ഇത് അടച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് വേവിക്കാം. നമ്മളിത് അരി വേവിക്കാനെ കൊണ്ട് നമുക്ക് ആദ്യമേ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയേ. കൂടെ തന്നെ നമുക്ക് നെയ്യ് ഒഴിക്കാനുള്ളതാണ്. നെയ്യ് ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. ഉരുക്കിയ നെയ്യാണ്. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബേ ലീഫ്, 2 പട്ട, 1 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 സ്റ്റാർ അനീസ് ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചോണം, അല്ലെങ്കിൽ ഇത് കരിയും. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ നമ്മുടെ ബേ ലീവ്സും പട്ടയൊക്കെ ഇട്ട് ചെറിയതായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇടാനെ കൊണ്ടല്ല കരിഞ്ഞു പോകും. ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ വറുത്ത് വെച്ചിരുന്ന സവാളയാണ്. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് അതിൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഞാനിപ്പോൾ എടുത്തപ്പം 2 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. അതായത് 1/2 കിലോ അരി. അതിന് 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ നമ്മുടെ വെള്ളം ഇത് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബാസ്മതി റൈസാണ്. 1/2 കിലോയാണ്. അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ചേക്കുകയാണ്, സോക്ക് ചെയ്തതാണ്. അരി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്യണം നമ്മുടെ ഈ പട്ടയും ഗ്രാമ്പും എല്ലാം ആയിട്ട്. ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കപ്പോൾ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ വെള്ളവും അരി ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. കാരണം ഇത് നമ്മൾ കുതിർത്തതാണ്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു 90-95% വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇതേപടി എടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ച ചെമ്മീനും മസാലയും കൂടി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. നമ്മളിനി നമ്മുടെ റൈസ് ഇട്ട് ദം ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ പുതിനയിലയും മല്ലിയിലയും കുറച്ച് സ്പ്രെഡ് ചെയ്ത് നോക്കണം. കുറച്ച് മതി. കൂടെ തന്നെ മല്ലിയിലയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്
ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. റൈസ് അമർത്തരുത്, അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദമ്മാവാൻ പാടായിരിക്കും. ആവി ഇതിനകത്തൂടെ കയറിപ്പോണം, അതുകൊണ്ട് സ്പ്രെഡ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ നമ്മുടെ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമ്മളിടാൻ പോവാണ്. അടുത്ത ലെയറിന് മുമ്പ് നമുക്ക് കുറച്ച് നമ്മുടെ സവാള പൊരിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. അല്പം പുതിനയില, അതായത് നമ്മൾ ലെയറായിട്ടാണ് ഇടാൻ പോകുന്നത്. കൂടെ തന്നെ അല്പം മല്ലിയില. ഓക്കെ, ഇനി നമുക്ക് ബാക്കി റൈസും കൂടി ഇട്ടിട്ട് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മുടെ അടുത്ത ലെയറും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഞെക്കരുത്, അകത്തോട്ട് ഞെക്കരുത്, നമ്മുടെ ആവിയൊക്കെ കയറി ഇറങ്ങി പോകണം. ഇനി നമുക്ക് അടുത്ത ലെയറിനകത്തോട്ട് നമ്മുടെ സവാള പൊരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ഫൈനൽ ലെയറാണ്. ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അല്പം പുതിനയില. അപ്പോൾ നമ്മൾ ഇത് ലെയറായിട്ട് ദം ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ദം ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ, അതായത് നമ്മുടെ സ്റ്റൗവിനകത്ത് ഏറ്റവും താഴത്തെ ഫ്ലെയിമിൽ തന്നെ വെച്ച് ദം ചെയ്യണം, ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് നോക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ ചെമ്മീൻ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അടിപൊളിയായിട്ട് ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതേ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തേക്കാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനെ കൊണ്ട്. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. I've been dreaming on in my head like I've seen it. A life worth living is a life with. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതേ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ് ഈ ബിരിയാണി ഇരിക്കുന്നത്. നല്ല രുചിയാണ് ഇത് കഴിക്കാനെ കൊണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നിടം വരെ ബൈ ബൈ.